24-25 സാമ്പത്തിക വർഷം 50.30 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷണ ലഘൂകരണ മാർഗങ്ങൾ. സർ, ഇതിനായി കഴിഞ്ഞ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതുവരെ കിഫ്ബിയിൽ നിന്നുൾപ്പെടെ 204.25 കോടി രൂപ ചെലവഴിച്ചു. 24-25 സാമ്പത്തിക വർഷം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ വിപുലമായ സഫാരി പാർക്ക് സജ്ജമാക്കും. മ്യൂസിയം, ജൈവവൈവിധ്യ പാർക്ക്, മൃഗശാല എന്നിവ ചേർന്ന ഈ കേന്ദ്രത്തിനായി 300 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പൊതുമേഖല, സഹകരണ മേഖല, സ്വകാര്യ മേഖല എന്നിവ ചേർന്നുള്ള സംയുക്ത സംരംഭമായി ഇത് വികസിപ്പിക്കും. ഈ പദ്ധതിക്ക് 300 കോടി രൂപ നിക്ഷേപം വേണ്ടിവരുമെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മലബാർ മേഖലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായിട്ട് ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചെലവിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ടൈഗർ സഫാരി പാർക്ക് കോഴിക്കോട് വനം ഡിവിഷനിലെ പെരുവണ്ണാമൂഴി റേഞ്ചിലെ മുതുകാടുള്ള 120 ഹെക്ടർ ഭൂമിയിൽ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതയുള്ള ഒന്നായി ഈ കേന്ദ്രത്തെ വികസിപ്പിക്കും. തദ്ദേശഭരണ മേഖല. സർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 28.09% ഉയർത്തുന്നു. പദ്ധതി വിഹിതമായി 8,532 കോടി രൂപ വകയിരുത്തുന്നു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും നടപ്പാക്കുന്ന ഖരമാലിന്യ പ്രോജക്ടിനുള്ള 180 കോടി ഉൾപ്പെടെ ഈ കാര്യത്തിൽ വരുന്നു. ഇത് കൂടാതെ മെയിന്റനൻസ് ഫണ്ടിനത്തിൽ 4,131.19 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 2,542.27 കോടി രൂപയും നീക്കിവെക്കുന്നു. സർ, ഭരണഘടനാ സാക്ഷരത. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന 2025 ജനുവരി 26-നകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കും. സർ, എറണാകുളം നഗരത്തിലെ ദീർഘകാല പ്രശ്നമായ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഓപ്പറേഷനും ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ പരിഹരിക്കുന്നതിൽ കോർപ്പറേഷനും സർക്കാരും വിജയിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ കൂടി നടപ്പ് വർഷം വകയിരുത്തുന്നു. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വികസനത്തിനായി 10 കോടി രൂപ കൂടി വകയിരുത്തുന്നു. ഗ്രാമവികസന മേഖലയ്ക്ക് പദ്ധതി വിഹിതമായി ആകെ 1,768.32 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാനും വർഷങ്ങൾക്കായി പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നോക്കം പോകുന്നു. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 9,65,76,000 തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 24-25 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് 3,496.5 കോടി രൂപയുടെ വേതനമായി ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിയാണ് ഇടുന്നത്. ഇതിന് 90% വനിതകളാണ് ഇതിലെ ഗുണഭോക്താക്കൾ എന്നുള്ള പ്രത്യേകതയുണ്ട്. സർ, ഈ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 230 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന എന്ന പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 84.68 കോടി രൂപ വകയിരുത്തുന്നു. സർ, അതിദാരിദ്ര്യ നിർമ്മാണം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം 64,006 അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിലൂടെ ഇതിലെ 47.9% കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2025 നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും. ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും. സർ, വിവിധ സാക്ഷരതാ പരിപാടികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ. സർ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ വിജയകരമായി 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കുടുംബശ്രീ കേരളത്തിന്റെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ചലനാത്മകമാക്കുന്നതിനും വേണ്ടി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 2023-24 സാമ്പത്തിക വർഷം തിരികെ സ്കൂളിൽ എന്ന ബൃഹത് ക്യാമ്പയിൻ ആരംഭിക്കുകയും 38.7 ലക്ഷം പേർ ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 24-25 സാമ്പത്തിക വർഷം കെ ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ, വിവിധ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സർ സംഘടിപ്പിക്കുന്നത്. ഈ പദ്ധതി കുടുംബശ്രീയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനും കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കാനും ഉതകുന്ന രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്.
സാർ, കുടുംബശ്രീക്കായി 2024-25 265 കോടി രൂപ വകയിരുത്തുന്നു. ഏതാ? സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഖര ദ്രവ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. ശുചിത്വ മിഷൻ 25 കോടി രൂപ വകയിരുത്തുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ഗ്രാമീണ ഉപജീവന ദൗത്യം പരിപാടിക്ക് 65 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ ഗ്രാമ ശൗച അഭിയാനു വേണ്ടിയിട്ട് സംസ്ഥാന വിഹിതമായിട്ട് 8 കോടി. സമ്പൂർണ്ണ ഭവന പദ്ധതി ലൈഫ്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ 23-24 വർഷത്തിൽ നാളിതുവരെ 1,51,073 വർഷത്തിൽ 1,51,073 വീടുകളുടെ നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,19,687 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 3,71,934 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2024 മാർച്ച് 30-നകം 4,25,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും 25 മാർച്ച് 30-നകം ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിലെത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. സർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാളിതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 17,104.87 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചു. ഈ പദ്ധതിക്ക് 24-25 1,132 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിലുള്ള ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതി ഉപയോഗിച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മാന്ദ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഗ്രാമീണിന് കീഴിൽ വീടൊന്നിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1.2 ലക്ഷം രൂപയാണ്. ഇതിന്റെ 60% 72,000 രൂപയാണ് കേന്ദ്രവിഹിതം. എന്നാൽ സംസ്ഥാന സർക്കാർ വീടൊന്നിന് 4 ലക്ഷം നിശ്ചയിച്ച് ബാക്കി തുകയായ 3,28,000 രൂപ നൽകി വരുന്നു. ഈ പദ്ധതിക്കുള്ള 2024-25